ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് നടത്തിയ LP സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 88/24. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതി അല്ലാത്തതേതാണ്? പ്രാചീന മലയാളം. ശ്രീനാരായണ ഗുരുവിന്റെ കൃതി അല്ലാത്തത് പ്രാചീന മലയാളം. ക്വസ്റ്റ്യൻ നമ്പർ 2, ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലം? ഖേത്രി. ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലം ഖേത്രി. മൂന്നാമത്തെ ചോദ്യം, ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം? നവംബർ 12, 1936. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം നവംബർ 12, 1936. നാലാമത്തെ ചോദ്യം, ഉത്തരവാദ ഭരണം നേടുന്നതിനായി രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് പട്ടം എ താണുപിള്ള. ഓപ്ഷൻ എ. അഞ്ചാമത്തെ ചോദ്യം, CSIR-ന്റെ പൂർണ്ണരൂപം? ദി കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. CSIR-ന്റെ പൂർണ്ണരൂപം ദി കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ആറാമത്തെ ചോദ്യം, സമത്വ സമാജ സ്ഥാപകൻ? സമത്വ സമാജ സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികൾ. ഏഴാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന വനിതകൾ ആരെല്ലാം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന വനിതകൾ: 1 സരോജിനി നായിഡു, 2 മഹാദേവി ചതോപാധ്യായ, 3 നെല്ലി സെൻഗുപ്ത, 4 ആനി ബെസന്റ്. ഇതില് 1, 3, 4 ശരിയായിട്ടുള്ളത്. സരോജിനി നായിഡു, നെല്ലി സെൻഗുപ്ത, ആനി ബെസന്റ്. എട്ടാമത്തെ ചോദ്യം, ക്യൂണിഫോം ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം. ക്യൂണിഫോം ലിപി മെസൊപ്പൊട്ടോമിയൻ സംസ്കാരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ സി. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഇതില് ഇന്ത്യ വിൻസ് ഫ്രീഡം, സുഭാഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത്. പത്താമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങൾ പരിഗണിക്കുക. 1 ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടു, 2 വാഗൺ ട്രാജഡി, 3 മിന്റോ മോർലി പരിഷ്കാരങ്ങൾ, 4 ചൗരി ചൗര സംഭവം. ശരിയായ കാലഗണനാ ക്രമത്തിൽ എഴുതുക. ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടത് 1931, വാഗൺ ട്രാജഡി 1921, മിന്റോ മോർലി പരിഷ്കാരങ്ങൾ 1909, ചൗരി ചൗര സംഭവം 1922. ഇപ്പോ 3, 2, 4, 1 എന്നാണ് വരേണ്ടത്. ഇവിടെ ആൻസർ ഓപ്ഷനിൽ ഇല്ല. 3, 2, 4, 1 വരേണ്ടത്. ആൻസർ ഓപ്ഷനിൽ ഇല്ല. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2024 ജനുവരി 24 അന്തരിച്ച പ്രശസ്ത ചരിത്രകാരി. ഇവിടെ ആൻസറിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതിൽ തന്നിരിക്കുന്നതിൽ 2024 ജനുവരിയിൽ അന്തരിച്ചത് R ചമ്പകലക്ഷ്മിയാണ്. പക്ഷേ ജനുവരി 24-നല്ല, ജനുവരി 29-നാണ് അന്തരിച്ചിട്ടുള്ളത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? രഘുവേന്ദ്ര തൻവാർ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ നിലവിലെ ചെയർമാൻ രഘുവേന്ദ്ര തൻവാർ. 13ാമത്തെ ചോദ്യം, പാർലമെന്റിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത ചുമതല ഏതാണ്? തന്നിരിക്കുന്നതില് ബില്ലുകൾ അംഗീകരിക്കലാണ് പാർലമെന്റിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത്. 14ാമത്തെ ചോദ്യം, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ ഉപദ്വീപീയ പീഠഭൂമി. 15ാമത്തെ ചോദ്യം, ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. 16ാമത്തെ ചോദ്യം, ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? സ്ട്രാറ്റോസ്ഫിയർ.
ഓപ്ഷൻ സി സ്ട്രാറ്റോസ്ഫിയർ. 17 സാമൂഹികരണത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1 വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു, 2 ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നു, 3 പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. തന്നിരിക്കുന്ന 3ഉം ശരിയാണ്. ഓപ്ഷൻ ഡി മുകളിലുള്ളവയെല്ലാം. 18ാമത്തെ ക്വസ്റ്റ്യൻ, സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം. ഓപ്ഷൻ ബി. 19ാമത്തെ ചോദ്യം, രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ്? രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ. ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഉത്തർപ്രദേശ് ആണ് ഏറ്റവും കൂടുതലുള്ളത്, എന്നാൽ ശതമാന അടിസ്ഥാനത്തിൽ നോക്കിയാൽ അത് ഛത്തീസ്ഗഡ് ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകൾ ശ്രദ്ധിക്കുക. 1 ഫെർമി, 2 ആങ്സ്ട്രോം, 3 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, 4 പ്രകാശവർഷം. തന്നിരിക്കുന്നതിൽ ശരി ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. തന്നിരിക്കുന്നതെല്ലാം ദൂരത്തിന്റെ യൂണിറ്റുകളാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. തന്നിരിക്കുന്നതെല്ലാം ദൂരത്തിന്റെ യൂണിറ്റുകളാണ്. 21ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ സംരക്ഷിത ബലത്തിന്റെ നിർവചനങ്ങളിൽ പെടുന്നത് ഏതാണ്? സംരക്ഷിത ബലത്തിന്റെ നിർവചനങ്ങളിൽ പെടുന്നതാണ് ചോദ്യം. ഒരു സംരക്ഷിത ബലം ചെയ്യുന്ന പ്രവൃത്തി അഗ്രബിന്ദുക്കളെ മാത്രം ആശ്രയിക്കുന്നു. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഒരു സംരക്ഷിത ബലം ചെയ്യുന്ന പ്രവൃത്തി അഗ്രബിന്ദുക്കളെ മാത്രം ആശ്രയിക്കുന്നു. 22ാമത്തെ ചോദ്യം നോക്കാം. ഒരു ആദർശവാതകത്തിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗതയാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഗാമ എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദ്യം. CP, CV എന്നിവ തമ്മിലുള്ള അനുപാതമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. CP, CV എന്നിവ തമ്മിലുള്ള അനുപാതം. 23ാമത്തെ ചോദ്യം, വ്യത്യസ്ത ഛേദതലത്തോട് കൂടിയ 2 സിറിഞ്ചുകൾ വെള്ളം നിറച്ച് ഒരു ഇറുകിയ റബ്ബർ ട്യൂബുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ചെറിയ പിസ്റ്റണിന്റെയും വലിയ പിസ്റ്റണിന്റെയും വ്യാസങ്ങൾ യഥാക്രമം 2 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററുമാണ്. ചെറിയ പിസ്റ്റണിൽ 1 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുമ്പോൾ വലിയ പിസ്റ്റണിൽ അനുഭവപ്പെടുന്ന ബലം എത്ര? 25 ന്യൂട്ടൺ. ഓപ്ഷൻ സി 25 ന്യൂട്ടൺ. 24ാമത്തെ ചോദ്യം, +2.5 ഡയോപ്റ്റർ പവർ ഉള്ള ഒരു ലെൻസിന് മുന്നിൽ 50 സെന്റിമീറ്റർ അകലെ വച്ചിട്ടുള്ള ഒരു വസ്തുവിന് ലഭിക്കുന്ന പ്രതിബിംബത്തിന്റെ രേഖീയ ആവർത്തനം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ -4. -4. 25ാമത്തെ ചോദ്യം, 50 ഓം, 100 ഓം, 200 ഓം വീതം പ്രതിരോധമുള്ള 3 ബൾബുകൾ സമാന്തര രീതിയിൽ 200 വോൾട്ട് DC സ്രോതസ്സുമായി ഘടിപ്പിച്ചിരിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. 50 ഓം പ്രതിരോധമുള്ള ബൾബിനാണ് ഏറ്റവും കൂടിയ പവർ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. 50 ഓം പ്രതിരോധമുള്ള ബൾബിനാണ് ഏറ്റവും കൂടിയ പവർ. 26ാമത്തെ ചോദ്യം, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ആണ്. G എന്നതൊരു ഗാൽവനോമീറ്റർ ആണ്. ഗാൽവനോമീറ്ററിലെ കറണ്ട് എത്രയെന്നാണ് ചോദ്യം. 0 ആംപിയർ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 0 ആംപിയർ. 27ാമത്തെ ചോദ്യം, തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, പൾസറുകൾ എന്നിവയുടെ പഠനത്തിനായി 2024 ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? എക്സ്പോസാറ്റ്. ഓപ്ഷൻ സി എക്സ്പോസാറ്റ്. 28ാമത്തെ ചോദ്യം, സൂര്യനെ കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമാണ് ആദിത്യ L1. 1 L1 ഭൂമിയിൽ നിന്നും ഏകദേശം 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ്. 2 ഇതിലാകെ 7 പേലോഡുകളാണുള്ളത്. 3 ഇത് സൂര്യന്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവയെക്കുറിച്ച് പഠനം നടത്തും. താഴെ കൊടുത്തിരിക്കുന്നത് ശരി ഉത്തരം ഏതെന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന 3ഉം ശരിയാണ്. 1, 2, 3 ശരിയാണ്. ആദ്യത്തെ L1നെ കുറിച്ച് നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്.
29ാമത്തെ ചോദ്യം, നൽകിയിരിക്കുന്ന ഉപഷെല്ലുകളിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഊർജമുള്ളത്? 3D, 3Dക്കാണ് ഊർജം കൂടുതൽ. ഓപ്ഷൻ എ. 30ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് കാൽക്കജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? 16. ഓപ്ഷൻ ഡി. 16ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് കാൽക്കജൻസ്. 31ാമത്തെ ചോദ്യം നോക്കാം. താഴെ നൽകിയിരിക്കുന്നതിൽ ഒക്ടറ്റ് നിയമം പാലിക്കാത്ത സംയുക്തം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി, PCl. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഒക്ടറ്റ് നിയമം പാലിക്കാത്ത സംയുക്തമാണ് ഓപ്ഷൻ ബി. 32. STPയിൽ 2 മോൾ ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം കാണുക. STPയിൽ 2 മോൾ ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം 44.8 ആണ്. ഓപ്ഷൻ സി. 33ാമത്തെ ചോദ്യം, ഏത് നിയമമാണ് ദ്രാവകത്തിൽ ഒരു വാതകത്തിന്റെ ലയനത്തെ വിശദീകരിക്കുന്നത്? ഹെൻറീസ് നിയമമാണ്. ഓപ്ഷൻ ബി. ദ്രാവകത്തിൽ ഒരു വാതകത്തിന്റെ ലയനത്തെ വിശദീകരിക്കുന്നത് ഹെൻറീസ് നിയമം. 34. താഴെ കൊടുത്തിരിക്കുന്നതിൽ റീചാർജബിൾ അല്ലാത്ത ബാറ്ററി ഏതെന്നാണ് ചോദ്യം. റീചാർജബിൾ അല്ലാത്ത ബാറ്ററി മെർക്കുറി സെൽ ആണ്. ഓപ്ഷൻ സി, HG സെൽ. ക്വസ്റ്റ്യൻ നമ്പർ 35. മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകം ഏതാണ്? മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകം നിക്കൽ. ഓപ്ഷൻ എ, നിക്കൽ. 36. ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രാഥമിക ഹരിതഗൃഹവാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓപ്ഷൻ സി. 37. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആദ്യമായി വിശദീകരിക്കുകയും അതിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഓപ്ഷൻ ഡി, ആൽബർട്ട് ഐൻസ്റ്റീൻ. ക്വസ്റ്റ്യൻ നമ്പർ 38. ഒരു ജീനിന്റെ ഒന്നിലധികം പ്രഭാവം. ഒരു ജീനിന്റെ ഒന്നിലധികം പ്രഭാവം പ്ലിയോട്രോപ്പിസം ആണ്. ഓപ്ഷൻ ബി, പ്ലിയോട്രോപ്പിസം. 39. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ? കാൾ ലിനേയസ്. ഓപ്ഷൻ ബി, ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് കാൾ ലിനേയസ്. 40ാമത്തെ ചോദ്യം, ജേക്കബ്സൺസ് ഓർഗൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജേക്കബ്സൺസ് ഓർഗൻ ഗന്ധം. ഓപ്ഷൻ ബി. 41ാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ വീറ്റ് കില്ലർ കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വീറ്റ് കില്ലർ കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി. 42. ലോക അൾഷിമേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്ന ദിനം ഏത്? ലോക അൾഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. ഓപ്ഷൻ ബി. 43ാമത്തെ ചോദ്യം, ഗാമ ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? ടോക്കോഫെറോൾ വൈറ്റമിൻ ഇ. ഓപ്ഷൻ സി, വൈറ്റമിൻ ഇ. 44. ലോകാരോഗ്യ സംഘടനാ നിർദ്ദേശപ്രകാരം ക്ഷയരോഗ ചികിത്സാ സംവിധാനമാണ് ഡോട്ട്സ്. ഓപ്ഷൻ ബി, ഡോട്ട്സ് ആണ്. ക്ഷയരോഗ ചികിത്സാ സംവിധാനമാണ് ഡോട്ട്സ്. ക്വസ്റ്റ്യൻ നമ്പർ 45. ബേർഡ് ഐ ചില്ലി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തു നിന്നാണ് ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത്? ബേർഡ് ഐ ചില്ലി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തു നിന്നാണ് ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി, മിസോറം. 46. മാത്സ് ആണ് ഇനി മൂലം അങ്ങോട്ട് ആൻസർ പറഞ്ഞു പോവാം. ഒരു വാട്ടർ ടാങ്കിൽ 10 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ആ ടാങ്കിന്റെ 4/3 ഭാഗം നിറഞ്ഞു. ആ ടാങ്ക് നിറയാൻ വേണ്ട വെള്ളത്തിന്റെ അളവാണ് ചോദ്യം. 14 ലിറ്റർ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 14 ലിറ്റർ. 47. ആൻസർ ഓപ്ഷൻ എ ആണ്, 8. ക്രിയ ചെയ്യുമ്പോൾ കിട്ടുന്നത് 8. ക്വസ്റ്റ്യൻ നമ്പർ 48. ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചി 120 ഡിഗ്രി തിരിയുമ്പോൾ അതിന്റെ മണിക്കൂർ സൂചി തിരിയുന്ന കോണ അളവ്? മണിക്കൂർ സൂചി 10 ഡിഗ്രിയാണ് തിരിയുന്നത്. ഓപ്ഷൻ ഡി, 10 ഡിഗ്രി. ക്വസ്റ്റ്യൻ നമ്പർ 49. ആൻസർ 3 കിട്ടും. ഓപ്ഷൻ സി,
49 ഓപ്ഷൻ സി. 50ാമത്തെ ക്വസ്റ്റ്യൻ. 8 സംഖ്യകളുടെ ശരാശരി 32. അവയിൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 31. ഒഴിവാക്കിയ സംഖ്യ ഏത്? ഒഴിവാക്കിയ സംഖ്യ ഓപ്ഷൻ ഡി 39. 51ാമത്തെ ക്വസ്റ്റ്യൻ. 4A = 6B = 8C ആയാൽ A:B:C എത്രയെന്നാണ് ചോദ്യം. 6:4:3 ഓപ്ഷൻ സി. 52. ഒരു കവാടത്തിൽ 4 മണികളുണ്ട്. അവ യഥാക്രമം 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 10 സെക്കൻഡ് ഇടവിട്ട് മുഴങ്ങുന്നു. അവയെല്ലാം കൂടി ഒന്നിച്ചു മുഴങ്ങിയതിനു ശേഷം 30 മിനിറ്റ് പൂർത്തിയാക്കുന്നതിനിടയിൽ അവ എത്ര പ്രാവശ്യം ഒന്നിച്ചു മുഴങ്ങിയിരിക്കും? 30 മിനിറ്റ് പൂർത്തിയാക്കുന്നതിനിടയിലാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി 15. 53ാമത്തെ ക്വസ്റ്റ്യൻ. 5 പുരുഷന്മാർ 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 4 സ്ത്രീകൾ 6 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത്. ആ ജോലി അവർ ഒന്നിച്ചു ചെയ്താൽ എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയാകുന്നത്? 2 ദിവസം. ഓപ്ഷൻ ബി 2. 54. എ എന്ന സ്ഥലത്തു നിന്നും ബി എന്ന സ്ഥലത്തേക്കുള്ള ദൂരം 5 കിലോമീറ്റർ ആണ്. എയിൽ നിന്നും ഒരു കാറും ഒരു സ്കൂട്ടറും ഒരേ സമയം ബിയിലേക്ക് യാത്ര തിരിച്ചു. സ്കൂട്ടറിന്റെ സ്പീഡിന്റെ ഇരട്ടി വേഗതയിലാണ് കാർ യാത്ര ചെയ്തത്. കാർ ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ കയറിയതിനാൽ 3 മിനിറ്റ് യാത്ര ചെയ്തില്ല. അതിനുശേഷം യാത്ര തുടർന്നു. കാറും സ്കൂട്ടറും ഒരുമിച്ചാണ് ബിയിൽ എത്തിച്ചേർന്നത്. എങ്കിൽ കാറിന്റെ വേഗതയാണ് ചോദ്യം. കാറിന്റെ വേഗത 100 km/h ആണ്. ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 55. സംഖ്യാശ്രേണിയാണ്. വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കാനാണ്. 32, 28 ഓപ്ഷൻ എ ആണ് ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 56. ഒരു നിശ്ചിത തുകയ്ക്ക് 5% നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 1000 രൂപയാണ്. എങ്കിൽ തുക എത്ര? ഓപ്ഷൻ ബി 4 ലക്ഷം. 57. ഒരു സംഖ്യയുടെ 4 മടങ്ങ് ആ സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്. എങ്കിൽ ആദ്യത്തെ സംഖ്യ. ഓപ്ഷൻ സി 9. ക്വസ്റ്റ്യൻ നമ്പർ 58. ഒരു കച്ചവടക്കാരൻ 1500 രൂപയ്ക്ക് വാങ്ങിയ ഫാൻ 20% കൂട്ടി പരസ്യവിലയിട്ട ശേഷം 10% ഡിസ്കൗണ്ട് വിൽക്കുന്നു. എങ്കിൽ ലാഭശതമാനം 8 ആണ്. ഓപ്ഷൻ എ 8%. ക്വസ്റ്റ്യൻ നമ്പർ 59. 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി വളച്ചുണ്ടാക്കാവുന്ന ചതുർഭുജത്തിന്റെ ഏറ്റവും കൂടിയ പരപ്പളവ് 625 cm². ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 60. ഒരു കുടുംബത്തിന്റെ ബഡ്ജറ്റിൽ വിവിധ ഇനങ്ങൾക്ക് നൽകുന്ന പരിഗണന ചുവടെ തന്നിരിക്കുന്നു. ഭക്ഷണം 30%, വസ്ത്രം 10%, വിദ്യാഭ്യാസം 25%, ആരോഗ്യം 20%, വിനോദം 15%. ഈ വിവരങ്ങൾ ഒരു പൈ ഡയഗ്രം ഉപയോഗിച്ച് സൂചിപ്പിച്ചാൽ വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന വൃത്താംശത്തിന്റെ കേന്ദ്ര കോണളവാണ് ചോദ്യം. 90 ഡിഗ്രി. ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 61. സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ്. ആദിരൂപങ്ങൾ എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ എ കാൾ ഗുസ്താവ് യുങ്. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 62. 2 വയസ്സുള്ള കുട്ടി പെൻസിൽ പിടിക്കുന്നത് വിരലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല, മറിച്ച് കൈപ്പത്തിയുടെ അപ്പാടെ ഉപയോഗിച്ചാണ്. ഇത് ഏത് വികാസ തത്വത്തിന് ഉദാഹരണമാണ്? വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 63. നിഷേധം, ദമനം, യുക്തീകരണം, താദാത്മീകരണം, ആക്രമണം തുടങ്ങിയവ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമായോജനം. ഓപ്ഷൻ ബി സമായോജനം. 64. ഓർമ്മയുമായി ബന്ധപ്പെട്ട് സമഗ്ര പഠനം നടത്തിയ JB വാട്സന്റെ ശിഷ്യനായ വിദ്യാഭ്യാസ വിദഗ്ധൻ ആര്?
കാൾ ലാഷ്ലി. ഓപ്ഷൻ എ കാൾ ലാഷ്ലി. ക്വസ്റ്റ്യൻ നമ്പർ 65. പരിഷ്കൃതമായ യൂറോപ്യൻ കലകൾ, ശാസ്ത്രം, തത്വജ്ഞാനം, സാഹിത്യം എന്നിവയുടെ വ്യാപനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിന് നാം ആഗ്രഹിക്കുന്നത്. ഏത് വിദ്യാഭ്യാസ പരിഷ്കരണ രേഖയിൽ ഉൾപ്പെടുത്തിയ പ്രസ്താവനയാണ് ഇത്? 1854 വുഡ്സ് ഡെസ്പാച്ച്. ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 66. ഭൂതദയ, അക്രമരാഹിത്യം, സ്വേച്ഛാധിപത്യം, അഹിംസ തുടങ്ങിയ സവിശേഷതകൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? മുഖ്യ സവിശേഷതകൾ. ഓപ്ഷൻ എ മുഖ്യ സവിശേഷകങ്ങൾ. 67. ദ നേച്ചർ ഓഫ് പ്രെജുഡിസ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാര്? ഗോർഡൻ വില്ലാർഡ് ആൽപോർട്ട്. ഓപ്ഷൻ ബി. 68. ഉത്കൃഷ്ടത എന്ന വികാരഭാവം ഏത് തരം ജന്മവാസനയിൽപ്പെടുന്നതാണ്? പൈതൃക വാസന. ഓപ്ഷൻ എ പൈതൃക വാസന. 69. അഭിപ്രേരണയെക്കുറിച്ചുള്ള ഹിൽഗാർഡിന്റെ വിഭജനത്തിൽ പെടാത്തതേത്? ഓപ്ഷൻ സി ധാരണം. 70. ധാർമ്മിക വികാസ ഘട്ടങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് തന്റേതായ വികസന മാതൃക അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? ലോറൻസ് കോൾബർഗ്. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 71. നേരത്തെ പഠിച്ച കാര്യങ്ങൾ പുതിയ പഠനത്തെ സ്വാധീനിക്കുന്നതിന് എന്താണ് പറയുന്നത്? പഠനാന്തരണം. ഓപ്ഷൻ എ. 72. ബിംബനഘട്ടം എന്നത് ഏത് പഠന സിദ്ധാന്തത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടതാണ്? സാമൂഹ്യജ്ഞാന നിർമ്മിതി. ഓപ്ഷൻ എ. 73. താഴെ പറയുന്നവയിൽ സർഗാത്മകതയുടെ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തതേത്? സംവാദാത്മക പഠനം. ഓപ്ഷൻ ഡി. 74. മൃദുലത, ആലസ്യം തുടങ്ങിയ ദോഷങ്ങൾക്ക് കാരണമായി തീർന്നേക്കാവുന്ന സംഗീതത്തെ നാം വർജിക്കണം. അയോണിയൻ ക്രമവും ലിഡിയൻ ക്രമവും നാം ഉപേക്ഷിക്കണം. ഈ നിരീക്ഷണം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ ചിന്തകൻ? പ്ലേറ്റോ. ഓപ്ഷൻ സി പ്ലേറ്റോ. 75. മാനസിക വൈകല്യങ്ങളെ തടയുകയും പരിഹരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്തർദേശീയ തലത്തിൽ പ്രശസ്തമായ സ്ഥാപനം? NIHM. ഓപ്ഷൻ ബി NIHM. 76. ഗസ്റ്റാർട്ട് മനഃശാസ്ത്ര ചിന്താധാരയിൽപ്പെടാത്ത വിദ്യാഭ്യാസ പണ്ഡിതൻ? CL ഹൾ. ഓപ്ഷൻ ബി CL ഹൾ. 77. ബ്രിഡ്ജസ് ചാർട്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? വൈകാരിക വികാസം. ഓപ്ഷൻ എ. 78. ആൽബർട്ട് ബന്ദൂരയുടെ നിരീക്ഷണ പഠന പ്രക്രിയയിൽ ഉൾപ്പെടാത്ത ഘടകം ഏത്? ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ഓർമ്മ. ക്വസ്റ്റ്യൻ നമ്പർ 79. ദൃശ്യപരവും സ്ഥലപരവുമായ കഴിവുകളെ മാപനം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന പരീക്ഷ ഏതാണ്? മിനസോട്ട മാനുവൽ ഡെക്സ്റ്റിറ്റി ടെസ്റ്റ്. ഓപ്ഷൻ സി. 80. വൈകാരിക ബുദ്ധിയെക്കുറിച്ച് ആഴത്തിലും ആധികാരികമായും പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ ആര്? ഡാനിയൽ ഗോൾമാൻ. ഓപ്ഷൻ ഡി ഡാനിയൽ ഗോൾമാൻ. ക്വസ്റ്റ്യൻ നമ്പർ 81 മുതൽ മാത്സ് ആണ്. ക്ഷമിക്കണം, ഇംഗ്ലീഷ് ആണ്. ആൻസർ പറഞ്ഞു പോകാം. 81 ആൻസർ ഓപ്ഷൻ സി ആണ്. ഗിവ് എവിഡൻസ് ആണ്. വാട്ട് ഷുഡ് എ സ്പീക്കർ ഡു ഇഫ് ദ ലിസണേഴ്സ് ഡിസഗ്രി വിത്ത് ഹിം ഓർ ഹെർ? ഓപ്ഷൻ സി ഗിവ് എവിഡൻസ്. 82 ഓപ്ഷൻ സി ആണ് ഉത്തരം. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് പബ്ലിക് സ്പീച്ച് എന്നുള്ളതാണ് 82ന്റെ ഉത്തരം. 83 ഓപ്ഷൻ എ ആണ്. മേ കണ്ടിന്യൂ. ഓപ്ഷൻ എ മേ കണ്ടിന്യൂ. 84
ഓപ്ഷൻ ബി വാസ് ആണ് ഉത്തരം. 85 ഓപ്ഷൻ എ ഇൻ ആണ് ആൻസർ. 86ന്റെ ആൻസർ ഓപ്ഷൻ ബി. 86 ഓപ്ഷൻ ബി ആണ്. 87 ഓപ്ഷൻ ഡി റീച്ച്ഡ് ആണ്. ഓപ്ഷൻ ഡി റീച്ച്ഡ്. 88 സ്ട്രോങ് ബിലീഫ്. ഓപ്ഷൻ എ ആണ് സ്ട്രോങ് ബിലീഫ്. ഓപ്ഷൻ എ. 89 ലിസ്ണിംഗ് ആൻഡ് റീഡിംഗ് ആണ്. ഓപ്ഷൻ എ ലിസ്ണിംഗ് ആൻഡ് റീഡിംഗ്. ഓപ്ഷൻ സി ആണ് 90ന്റെ ഉത്തരം. ഇന്റലിജിബിലിറ്റി. ഓപ്ഷൻ സി. 90 ഓപ്ഷൻ സി. 91 മുതൽ മലയാളമാണ്. 6 മലയാളിക്ക് 100 മലയാളം ഇങ്ങനെ കൊള്ളുന്ന വരികൾ ആരുടേതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി കുഞ്ഞുണ്ണി. 91 ഓപ്ഷൻ സി ആണ് ഉത്തരം. 92 കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ തകഴി ശിവശങ്കര പിള്ള. ഓപ്ഷൻ എ ആണ്. 93 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2020 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളത്തിലെ കഥാസമാഹാരം വാഴ്ത്തപ്പെട്ട പൂച്ച. ഓപ്ഷൻ ഡി. 94 ചുവടെ നൽകിയിരിക്കുന്നവയിൽ നപുംസകലിംഗത്തെ സൂചിപ്പിക്കുന്നത്. ഓപ്ഷൻ ബി മേശ. 95 മലയാളത്തോടൊപ്പം മറ്റേത് ഭാഷ കൂടി ചേർന്നാണ് മണിപ്രവാളം രൂപപ്പെട്ടിട്ടുള്ളത്. സംസ്കൃതം. ഓപ്ഷൻ സി സംസ്കൃതം. 96 കലാധരൻ എന്നതിന് സമാന പദം അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. രവി. ഓപ്ഷൻ എ ആണ് ഉത്തരം. 97 ശ്രവണ നൈപുണ്യയുടെ വികാസത്തിനായി ജിജ്ഞാസ ഉണർത്തുന്നതും രസകരവുമായ അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകേണ്ടതാണ്. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ശരി. 98 കൈകൊണ്ട് കീറുന്നതിന് വേണ്ടി വ്യത്യസ്ത വസ്തുക്കൾ കുട്ടികൾക്ക് നൽകുന്നത് ഏത് വികാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ്. ശാരീരിക ചാലക വികാസം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ശാരീരിക ചാലക വികാസം. 99 ഇപ്പോൾ നിലവിലുള്ള ഭാഷാ പഠന രീതി ഏതെന്നാണ് നിങ്ങളുടെ അഭിപ്രായം. ആശയ അവതരണ രീതി. ഓപ്ഷൻ ബി ആണ് ആശയ അവതരണ രീതി. 100 ഭാഷയുമായി ബന്ധപ്പെട്ട പഠന പ്രക്രിയ നിരന്തര വിലയിരുത്തലിന്റെ ഭാഗമായി വിലയിരുത്തുമ്പോൾ പരിഗണിക്കേണ്ടുന്ന സൂചകങ്ങൾ ഏത്. ഈ തന്നിരിക്കുന്ന എല്ലാം പരിഗണിക്കേണ്ടുന്ന സൂചകങ്ങളാണ്. ഓപ്ഷൻ ഡി മേൽ സൂചിപ്പിച്ചവ എല്ലാം. ഓക്കെ ഫ്രണ്ട്സ്, 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.